തൃശൂർ മെഡിക്കൽ കോളേജിലെ ചികിത്സയിലിരിക്കെ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ച മാള സ്വദേശി രഞ്ജിത്തിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം. സംഭവത്തിൽ പിതാവ് രവിയുടെ പരാതിയിൽ മാള പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഏപ്രിൽ 8-നാണ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് രഞ്ജിത്തിനെ മാളയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് അസുഖം കൂടിയതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. പരിശോധനയിൽ രഞ്ജിത്തിന്റെ 2 കിഡ്നിയും പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടെത്തുകയും ഡയാലിസിസ് നടത്തുകയും ചെയ്തിരുന്നു. താൻ എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന ഓഫീസിൽ നിന്നും ചായ കുടിച്ചെന്നും അതിനുശേഷമാണ് തനിക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു തുടങ്ങിയതെന്നും രഞ്ജിത്ത് പറഞ്ഞിരുന്നതായി അമ്മ പറയുന്നു. ലഹരികൾ ഉപയോഗിക്കാത്ത ആളാണ് രഞ്ജിത്തെന്നും വീട്ടുകാർ പറയുന്നു. ഒരു ഡ്രിങ്ക് അവൻ കഴിക്കില്ല, ഒന്നും കഴിക്കില്ല. ആകെ വല്ല സ്പ്രിന്റോ അങ്ങനത്തെയൊക്കെ കഴിക്കുള്ളൂ. പിന്നെ അപ്പം അവൻ പറഞ്ഞു, ഞാൻ ചായ കുടിച്ചപ്പോൾ അമ്മ ഇങ്ങനെ ഒരു സ്വാദ് വ്യത്യാസം ഉണ്ടായിരുന്നു, അത് എന്തിട്ടെന്ന് എനിക്കറിയില്ല. ചായ കുടിച്ചത് ഓഫീസിൽ എല്ലാവർക്കും കൊടുക്കണ മാതിരി കൊടുത്തു. അന്ന് എല്ലാവരും കൂടി കഴിഞ്ഞിട്ട് ഇവൻ്റെ പണികൾ തീരണ്ടായില്ല. അപ്പം ഇച്ചിരി വൈകിയാണ് അവൻ കഴിച്ചത്. അപ്പം അത് ഇരുന്ന് ചീത്ത ചെയ്താണോ എന്താണെന്നറിയില്ല. ഏപ്രിൽ 27-നാണ് രഞ്ജിത്ത് മരിച്ചത്. രഞ്ജിത്തിന്റെ മരണത്തിൽ വീട്ടുകാർക്ക് സംശയമുണ്ടെന്നറിഞ്ഞ തൃശൂർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ വിവരമറിയിക്കുകയും തുടർന്ന് ഡോക്ടർ മാള പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. ഇതിനിടെ പിതാവ് രവിയുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് മാള പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടത്താനിരിക്കെ മാള പോലീസ് രഞ്ജിത്തിന്റെ വീട്ടിലെത്തി തുടർ നടപടികൾ സ്വീകരിച്ച ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് മാത്രമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരൂവെന്ന് പോലീസ് അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.